ഒരു 10 സ്ഥലത്ത് ഒരുമിച്ച് പോയിരുന്ന അല്ലെ ഒരേപോലെ പോയിരുന്നിട്ട് പറയാണ് നിങ്ങളെല്ലാവരും എൻ്റെ പ്രജകളാണ്, ഞാൻ നിങ്ങളുടെ രാജാവാണ്, ഒരേ ഒരു രാജാവ്, ചെങ്കോലും കിരീടവും ഇല്ലാത്ത രാജാവെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ 35 അല്ലെ 3000 ഏക്കറിന് മുകളിൽ കൃഷിഭൂമിയുള്ളൊരു മുത്തച്ഛൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരുടെയൊക്കെയോ കണ്ടില്ല. അതൊക്കെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അയാൾ പറയുന്ന എല്ലാ തള്ളും കേട്ട് വിശ്വസിച്ചിരുന്ന, അല്ലെ അയാൾ പറയുന്ന എല്ലാം കേട്ട് ഇയാൾ വലിയ മറ്റേതാണെന്ന് ചിന്തിക്കുന്ന ആളുകളാണല്ലോ തൻ്റെ മുന്നിൽ ഇരിക്കുന്ന അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള പരാമർശമായിട്ട് സുരേഷ് ഗോപി ചെല്ലുന്നത്. അപ്പോൾ അതിനെയെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനായിട്ട് കുറച്ച് ആളുകൾ, മരവാഴകൾ, അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യം, ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം, ആ വിവാദം മറയ്ക്കാനായിട്ടാണ് ദുൽഖർ സൽമാനും മമ്മൂട്ടിക്കും എതിരെ ഒരു പരാമർശം, അല്ലെങ്കിൽ NIA പറയുന്ന കസ്റ്റംസ് ഒക്കെ മമ്മൂട്ടിക്കും ദുൽഖറിനും എതിരെ ഒരു പരാതിയുമായിട്ട് വന്നിരിക്കുന്നതെന്നാണ് നമ്മുടെ സുരേഷ് ഗോപിജി പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഇത് പറഞ്ഞതെന്നുള്ളത് ആർക്കും മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും സുരേഷ് ഗോപിക്ക് അത് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം തൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ തന്നെയാണ്. പക്ഷേ അത് തുറന്നു പറയാൻ